മോൾ എന്തിനാ കരയുന്നേ? പറഞ്ഞാലല്ലേ അറിയൂ. എന്താ മോളെ? അച്ഛൻ എന്നെ അടിച്ചു. അച്ഛൻ അടിച്ചെന്നോ? എന്തിനാ? പരീക്ഷയിൽ ഫെയിൽ ആയതിന്. വിവരമില്ലാത്തവൻ അതിനാണ് അടിച്ചത്. എടാ മുത്തു, അവന് ഫോൺ ചെയ്യും. ഹലോ, എന്താണ് അമ്മാവ വിവരക്കേട് കാട്ടിയത്? എന്ത് ബുദ്ധിമോശമാണ് അങ്ങനെ കാട്ടിയത്? ഇങ്ങോട്ടാ, ബുദ്ധിയുണ്ടോ നിനക്ക്? എന്താ നീ കാണിച്ചത്? ഞാൻ എന്ത് ചെയ്തെന്ന് എല്ലാവരും ചോദിക്കുന്നേ. പരീക്ഷയിൽ തോറ്റതിനാണ് അങ്ങനെ തല്ലിയത്. നമ്മളെന്താ പഠിച്ച് കളക്ടറായവരാ? ഫെയിലായ വിഷയം വീണ്ടും എഴുതിയാ പോരെ? ബുദ്ധിയില്ലാത്ത കഴുത അവിടെ വന്നിരുന്ന് കരയുന്നോ? ഇടീ, നിന്നെ പോലെ തന്നെ നിന്റെ മോളും അടിച്ചു എന്ന് പറഞ്ഞ അവിടെ ചെന്നിരുന്ന് കരയാ. നിങ്ങളുടെ അല്ലേ മോള്? ഫോൺ സെൽവിയുടെ കയ്യിൽ കൊടുക്കാം. അടിച്ചതിന് ആദ്യം അവളോട് മാപ്പ് പറ. എന്നാ സംസാരിക്കേ. നീ മടിച്ചി കുരുതം കെട്ടവളെ, നീ ഇങ്ങോട്ട് വാ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഇങ്ങതാ. എന്താടാ വീണ്ടും അവളെ ചീത്ത പറയാണോ? ഇനി അവളെ ചീത്ത പറഞ്ഞ് അങ്ങോട്ട് അയക്കാൻ പോകുന്നില്ല. വെച്ചേക്ക് കല്യാണിക്ക് സഹായത്തിന് ഒരാളാവും. അവിടെ ചാണകം വരാൻ വിട്, കൊഴുപ്പൊക്കെ ഒന്ന് കുറയും. ഇനി എന്റെ മോളെ വേദനിപ്പിച്ച് വെറുതെ ഇരിക്കില്ല ഞാൻ. മോളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇനി എന്റെ മോളെ തല്ലിയെന്ന് അറിഞ്ഞാൽ ഒന്ന് കളയുന്നില്ല ഞാൻ. പരീക്ഷയ്ക്ക് തോറ്റു അല്ലേ? ശരിക്കും എഴുതിയില്ലേ? എന്നുവെച്ചാല് എന്താ മര്യാദക്ക് എഴുതാ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ട് എന്തിനാ? നന്നായിട്ട് എഴുതിയാ പാസ്സായാനെ. പാസ്സായതിനു ശേഷം കോളേജിൽ പോയി പഠിക്കാം. കോളേജിൽ പഠിച്ചിട്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോലിക്ക് പോവാം. അല്ലെങ്കിൽ നല്ല പഠിച്ചവനെ നോക്കി കല്യാണം കഴിക്കാം. പഠിച്ച ആളെന്ന് വെച്ചാ നിങ്ങളെ പോലെ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ എന്താ ചോദിച്ചേ? നീ എന്താ മറുപടി പറഞ്ഞേ? ആലോചിച്ച് നോക്ക്, മറുപടി കിട്ടും. പരീക്ഷയ്ക്ക് ഫെയിലായ വീണ്ടും എഴുതി ജയിക്കാം. നിങ്ങൾ ജീവിതത്തിലെ ഫെയിലായില്ലേ? അത് വിചാരിച്ച് അമ്മായി എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാതെ കല്യാണം കഴിച്ച എല്ലാവർക്കും സന്തോഷമാവും. ഞാൻ വിചാരിക്കുന്ന പോലെ നടന്ന എനിക്കും സന്തോഷമാവും. ഞാൻ ഇറങ്ങി. നിങ്ങൾ എന്നാ ഇനി ഇറങ്ങി വരിക? വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലയൺസ് ക്ലബിന്റെ ശിവാജിയാണ് ഇപ്പോൾ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. കുതിര വേഗത്തിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ശിവാജിയെ മറികടന്ന് ഹാരിസ് പന്ത് തന്റെ കൺട്രോളിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാ പാരീസ് ക്ലബിന്റെ 2ാം നമ്പർ അവൻ താഴ്വണല്ലോ. അത് തന്നെ, കളി അറിയാത്തവനാന്നാ തോന്നണേ. പക്ഷേ കഴിയുന്നില്ല, വീണ്ടും പരാജയം തന്നെ. അതാ 2ാം നമ്പർ എന്ത് കളിയാടാ കളിക്കുന്നേ? അതല്ല ചിലതരെ അവര് വേണം വെച്ചടിക്കാം. ഞാൻ നോക്കാം. ആരാവൻ? ആ ചുവന്ന ട്രൗസർ ഇട്ടവനാ. അടിക്ക് ചിലതരെ. നീ ബോൾ നോക്കിക്കോ, ഞാൻ അവനെ നോക്കിക്കോളാം. മുന്നിലേക്ക് വാടാ. മുന്നിൽ വന്ന് സംസാരിക്കേ. സാരില്ലച്ചാ, പറഞ്ഞോളൂ.
കാലത്ത് എങ്ങോട്ടാ പോയത്? അച്ഛാ, നമ്മുടെ പുതിയ വീട്ടിലെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു നോക്കാൻ പോയതാ. എത്ര പേര് അത് പണിക്കുണ്ടായിരുന്നു. എണ്ണി നോക്കുന്ന മുമ്പ് തന്നെ വയലിൽ മരുന്നടിക്കാൻ പോയി. അപ്പൊ കാലത്ത് നടന്ന പന്തുകളില് ഒരുത്തിന്റെ തല പൊട്ടിച്ചതാരാ? അങ്ങനെ അതെ, അവരാണ് ആദ്യം വഴക്കിന് വന്നത്. പിന്നെ ചിലതരക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പിന്നെ ടപ്പ് ബോളിലാണ് അടിച്ചത്. അതിന്റെ ഇടയ്ക്ക് ആള് വന്ന് ബോൾ ആളുടെ മേലിൽ മുട്ടി, ആള് ഗോളിൽ മുട്ടി. തല പൊട്ടി. എന്താ ഇവിടെ കോടതിയിലെ പോലെ വിസ്താരം? മോനെ, കൈകാല് കഴുക. ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുമ്പ് എടുത്തു കൊടുക്കടാ. പോടാ. അവൻ ആകെ പേടിയുള്ളത് നിങ്ങളെ മാത്ര. ഇനി അതും കൂടി ഇല്ലാണ്ടാക്കിക്കോ. അതെ അതെ, കല്യാണം കഴിച്ചിരുന്നെങ്കിൽ 2 കുട്ടികൾ അച്ഛനവന്റെ പ്രായത്തിലാ കളിയും തമാശയും. അത് തന്നെ പറയാൻ വന്നേ. അടുത്ത സുഹൃത്തിന്റെ ഒരു മകളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? കയ്യോടെ ഇവനെയും കൂട്ടിക്കൊണ്ടുപോയി കണ്ടിട്ട് വന്നാലോ? അങ്ങനെ ഒരു ആലോചന അവന് ഇഷ്ടപ്പെടുവോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പോരാത്തേന് ഓരോ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നീട്ടിക്കൊണ്ട് പോവുമല്ലേ? പെണ്ണിനെ നേരിട്ട് കണ്ട ചിലപ്പോ ഇഷ്ടപ്പെട്ടെങ്കിലോ? ഇത്രയും വലിയ വീട് വെച്ചിട്ട് ഒരേ ഒരു മകന് വേണ്ടി വേറൊരു വീട് കിട്ടുന്നത് അവന് ഇഷ്ടമാവോ? ഇത് മനസ്സിലാക്കാതെ അവൻ ചുറ്റിത്തിരിയാ. അങ്ങനെ നോക്കാൻ പോയാ നമ്മളൊരു അകന്ന ബന്ധുവാ. ഞാൻ അപ്പോഴേ ഇവരെ കുറിച്ച് പറഞ്ഞില്ലേ? നന്നായിട്ടുണ്ട്. എന്താ പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സ്റ്റൈലിലാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് അലങ്കോലം ആയി ഇപ്പൊ കോലം കേട്ട് കണ്ടില്ലേ? സാധാരണ വേഷമിട്ട് അങ്ങാടും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക. അതെ, ഇന്ന് മാരിയമ്മയുടെ അമ്പലത്തിലെ ഉത്സവ. കരകാട്ടത്തിന് ആരാണെന്നറിയോ? കാര്യപ്പാട്ട് ഗംഗമ്മ. ഹലോ, എനിക്ക് എന്റെ അമ്മയെ വലുത്. പോയി ജോലി നോക്കടാ. ചിലതരെ നീ ഇത് എത്ര പെട്ടെന്ന് മാറിപ്പോയത്? ഇന്നലെ വരെ ഞാനൊരു ഒറ്റയാനാ. ഓക്കെ, ഇന്ന് എന്നെ വിശ്വസിച്ചവർക്കും പെണ്ണ് തരാം. നാളെ എന്റെ കല്യാണത്തിന് ശേഷം അവരെന്റെ അമ്മായപ്പൻ അമ്മായിയമ്മ ആവാൻ പോകുന്നവരാ. അങ്ങനെ എല്ലാവരും എന്റെ സ്വന്തക്കാരാവാൻ പോവാ. സോ ഒരു നാട് മുഴുവൻ എന്റെ ആൾക്കാരാവാൻ പോവാ. ഇതിനൊക്കെ കാരണമാരെന്നറിയാമോ? കല്യാണ ചക്കനായി ഞാൻ തന്നെയല്ലേ. ഞാൻ ഉത്തരവാദിത്തമില്ലാതെ നിന്നെ പോലെ തെണ്ടിയുടെ കൂടെ നാട് നിരക്കി നടന്നാലേ എന്റെ ബന്ധുക്കാർക്ക് എന്ത് മര്യാദ ഉണ്ടാവാ? അപ്പൊ നീ പഴയതൊക്കെ മറന്നാ? അത് കാമു, ഇത് കാപ്പി. കീമു കീപ്പി അറിയാം. ഇതെന്താ കാമു കാപ്പി? കല്യാണത്തിന് മുൻപും കല്യാണത്തിന് പിൻപും. ഞാനൊരു തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? വേറൊരാളെ കല്യാണം കഴിക്കാൻ പറയുന്നത് എന്തിനാ? അമ്മ അറിഞ്ഞോണ്ട് ഇങ്ങനെ നിശ്ചയം ചെയ്തിരിക്കുന്നതേ അയ്യാടെ കുടുംബത്തിലാ. നിന്റെ കാര്യം പുറത്തറിഞ്ഞാലേ അച്ഛൻ തന്നെ വെട്ടിക്കൊല്ലും. അപ്പൊ എന്റെ മനസ്സ് നിങ്ങൾ കാണുന്നില്ലേ? കോളേജിൽ പഠിപ്പിക്കാൻ അയച്ച് പ്രേമിച്ചു നടക്കുന്നു. എന്നെ നിർബന്ധിച്ച ഞാൻ ചത്തുകളയും. സന്തോഷവും, വളരെ സന്തോഷവും. നിശ്ചയ ചെലവ് നഷ്ടവും കല്യാണ ചെലവും മിച്ചമെന്ന് ഞാൻ കരുതും. അപ്പൊ ഞാൻ ഓടിപ്പോയാലോ? എന്താടി പറഞ്ഞേ? മോനെ, വേഗം പോയി റെഡിയാവും. ചുമ്മാ ഇരി. നേരെ ആയിക്കൊണ്ടിരിക്കുക. ആ, ഇപ്പൊ പോവാം. ഞാനേ ആ കൊട്ടയെടുത്ത് ആത്തെടുത്ത് വെച്ചു തരാം. എന്തോ അയ്യോ, മോളെ എവിടെ പോവാ? ഞാൻ പറയുന്ന കേട്ടെ. കല്യാണ ചെറുക്കനായാലും സ്വർണ്ണമാല ഇടണം, എന്നാലേ ഐശ്വര്യം ഉണ്ടാവൂ. കുറച്ച് കസേരയൊക്കെ എടുത്ത് അവിടെ ഇട്. ആ, ആൾക്കാരെ അവിടെ വിളിച്ചിരുത്തു. നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? സമയം ഒരുപാടായി. എത്ര നേരമായി അന്വേഷിക്കുന്നു. എന്താ താൻ പറയുന്നേ? അയ്യാ അയ്യാ എന്ത് പറ്റി? അയ്യാ, എന്നോട് ക്ഷമിക്കണം. എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഞാൻ തെറ്റായ സ്ഥലത്ത് നിന്നാ പെണ്ണ് നോക്കിയത്. മാപ്പാക്കണം അയ്യാ. എന്താടോ പറയുന്നേ? ആ പെണ്ണ് കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനുമായിട്ട് പ്രേമത്തിലായിരുന്നു. ആ ചെറുക്കനുമായി ഓടിപ്പോയ്യാ. ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്കയ്യാ. നാളെ എല്ലാരും കല്യാണത്തിന് വരും. കല്യാണം നിന്നുപോയി ആരും വരണ്ടെന്നൊന്നും വിളിച്ചു പറഞ്ഞേക്ക്. അണ്ണി, ഇങ്ങനെ കരയാതെ അണ്ണി. 229577. കളക്ടറുടെ വീടല്ലേ? അയ്യാദുരുടെ വീട്ടില് കല്യാണം മുടങ്ങിപ്പോയി. അത് പറയാനാ വിളിച്ചത്. അയ്യാദുരെ, തൊഴിൽ മന്ത്രി ഫോണിലുണ്ട്. അയ്യാദുരെയാ സംസാരിക്കുന്നത്.
അമ്മാവാ. പോ മോളെ, അകത്തേക്ക് പോ. കല്യാണം മുടങ്ങിയതിന് കരയ? വേണമെങ്കിൽ എന്നെ കെട്ടിക്കോ. നീ പോയിക്കോ മോളെ, ഞാൻ കരയുന്നില്ല.